അതെ, നമ്മൾ പ്രൈസ് എല്ലാം നോക്കുന്നത്, നമ്മൾ കണ്ടീഷനാണ് നോക്കുന്നത്. കണ്ടീഷൻ വണ്ടിയാണ്. ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ നിന്ന് എല്ലാ ചെക്കപ്പും കഴിഞ്ഞിട്ടാണ് കസ്റ്റമർക്ക് ഡെലിവറി എടുക്കുന്നത്. അപ്പൊ 100% വിശ്വസിച്ച് എടുക്കാം, ധൈര്യമായിട്ട് നിങ്ങൾക്ക് വണ്ടി എടുക്കാം. അതായത് നിങ്ങൾ വണ്ടി എടുത്തിട്ട് പണി കിട്ടില്ല എന്ന് വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ ഒരു ഷോറൂമാണിത്. അതിൽ നമ്മൾ ഫുൾ ടാങ്ക് പെട്രോളും കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു ഡിസ്കൗണ്ടും കൊടുക്കാം. എന്തായിരുന്നു ആ ഡിസ്കൗണ്ട്? ഇപ്പോൾ 2021-20 ഹിമാലയ എടുക്കുന്ന പ്രൈസിന്, അല്ലെങ്കിൽ ഡോമിനോർ 22 ഡോമിനോർ ഒക്കെ എടുക്കുന്ന പ്രൈസിന് ഒരു BMW സ്വന്തമാക്കാം. നമ്മൾ ഓൾ കേരള പർച്ചേസ് ചെയ്യുന്നുണ്ട്, ഓൾ കേരള ഡെലിവറി ഉണ്ട്, ഓൾ കേരള ഫിനാൻസും ഉണ്ട്. ഓക്കെ, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. അപ്പൊ മലപ്പുറത്തെ രണ്ടാമത്തെ ഷോപ്പ് അല്ലേ? അതെ, ജയ് മോട്ടോഴ്സിൽ എത്തിയിട്ടുണ്ട്. വെൽക്കം. പേര് പറഞ്ഞോളൂ. എന്റെ പേര് അൻസിൽ. അതെ, അൻസിലേക്കാണ് നമ്മൾ മലപ്പുറത്തേക്ക് ക്ഷണിച്ചേട്ടാ. ഞാനിങ്ങനെ ഒരുപാട് ഷോപ്പിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോ ആളെ ബന്ധപ്പെട്ടു. അപ്പൊ ആള് പറഞ്ഞു ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോന്നോളി, അല്ലേ? പോന്നോളി. ഇവിടെ ഒരുപാട് ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെ ഫസ്റ്റ് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ആയിട്ടുണ്ട്. രണ്ടാമത്തെ വീഡിയോക്ക് വേണ്ടി ജയ് മോട്ടോ ലിങ്ക്സ്. ലൊക്കേഷൻ കറക്റ്റ് പറഞ്ഞോളൂ. നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയില് മഞ്ചേരി മുട്ടിപ്പാല എന്ന സ്ഥലത്താണ്. ഓക്കെ, മുട്ടിപ്പാല പെട്രോൾ പമ്പ് കഴിഞ്ഞ് കുറച്ചും കൂടി മലപ്പുറം സൈഡിലേക്ക് വരുമ്പോൾ അടുത്ത സൈഡിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അതെ, ജയ്മോട്ടോ എന്നാണ് ഷോപ്പിന്റെ പേര്. ഓക്കെ, ജയ്മോട്ടോ എന്നാണ് ഷോപ്പിന്റെ പേര് വരുന്നത്. ഒരു ചെറിയ ഷോപ്പാണ്, പക്ഷേ വണ്ടികളുടെ കളക്ഷൻ നമ്മളെ കയ്യിലുണ്ടാവും. ഷോപ്പിൽ കുറച്ച് വണ്ടികൾ ഉണ്ടാവുള്ളൂ. ചെറിയ ഷോപ്പാണെങ്കിലും നിങ്ങൾക്ക് ഏത് വണ്ടി വേണം ആ വണ്ടിയിലേക്ക് അറേഞ്ച് ചെയ്ത് എല്ലാ ജില്ലയും, നിങ്ങളിപ്പോ കേരളത്തിലുള്ള ഏത് ജില്ലക്കാർക്കായാലും അവരുടെ നാട്ടിൽ നിന്ന് അവർക്ക് വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതെങ്ങനെ ഡീൽ? ഇപ്പൊ ഒരു കൊല്ലത്തുള്ള കസ്റ്റമറാണ്, അവർക്ക് കൊല്ലത്ത് തന്നെ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അധികം ഡീലേഴ്സ് ഉണ്ട്, നമ്മളെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അവരുണ്ട്. അവിടെ നിന്ന് വേണമെങ്കിൽ അവർക്ക് ഡയറക്റ്റ് നമ്മൾ വണ്ടി അറേഞ്ച് ചെയ്ത്. അതായത് ഇവിടെ വന്ന് എടുക്കണ്ട, എവിടെയാണ് അവിടുത്തെ അടുത്തുള്ള കണക്ഷൻ സെറ്റ് ആയി കൊടുക്കും. അതില്ലെങ്കിൽ നമ്മുടെ വണ്ടികളുണ്ട്, നമ്മുടെ വണ്ടികളുണ്ട്. ഓൾ കേരള ഡെലിവറി നമ്മൾ കൊടുക്കും. ഡെലിവറി ചാർജ് മേടിക്കോ? ഡെലിവറി ലോങ് ആണെങ്കിൽ നമുക്ക്, നമ്മൾ സാധാരണ ആ ഏരിയക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെലിവറി ചാർജ് മേടിക്കൂല. നിങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ നമുക്ക് ആ ഭാഗത്ത് നിന്ന് വണ്ടി എടുക്കാനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് മാത്രം വരികയാണെങ്കിൽ ചെറിയ ഡെലിവറി ചാർജ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതെല്ലാമാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പൊ വണ്ടി ഒരുപാട് വണ്ടികളുണ്ടല്ലേ? അതെ, ഇതിൽ കൂടുതൽ വണ്ടികളുണ്ട്. നമ്മൾ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വണ്ടികൾ, ഇവിടെ കുറച്ച് സ്ഥലങ്ങളുള്ളൂ. അപ്പൊ ഇവിടെ കുറച്ച് വണ്ടികളെ വെച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മൾ പെട്ടെന്ന് വന്നുകൊണ്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള വീഡിയോ ആണെങ്കിലും അത്യാവശ്യമുള്ള വണ്ടികളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഏതിൽ തുടങ്ങണം? സ്കൂട്ടർ ആവട്ടെ. ഒരു സ്കൂട്ടർ നമുക്ക് കണ്ടോളൂ അല്ലേ? ഇതിപ്പോ നമുക്ക് എക്സ്ചേഞ്ചിന് വന്നത്, ഒരു ബുള്ളറ്റിന് മാറ്റി എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് റേറ്റ് താത്തി കൊടുക്കാൻ പറ്റും. 2018 മോഡൽ, കിലോമീറ്റർ 42,512 കിലോമീറ്റർ. ഫ്രണ്ട് ടയർ പുതിയ ടയറാണ്. ഫ്രണ്ട് പുതിയതാണ്, ബാക്ക് ടയറാണ്. അതെ, വണ്ടി നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ, നമുക്ക് പ്രൈസ് 48,000 രൂപയാണ് വരുന്നത്. 48,000 രൂപ. 2018 മോഡൽ 48,000 രൂപ. ഏകദേശം ഡൗൺ പേയ്മെന്റ് 15 രൂപ ഡൗൺ പേയ്മെന്റ്. 15 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് എല്ലാ ജില്ലക്കും ഫിനാൻസ് ഡീറ്റെയിൽ ആധാർ കാർഡ്, പാൻ കാർഡ്, ടാക്സിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇവിടെ മലപ്പുറം ഏരിയയിലുള്ളവർക്കാണ് ഇവിടെ സെർട്ട് ഫൈനാൻസ് അവൈലബിൾ ആണ്. ശരി, 25 രൂപ കിടക്കുകയാണെന്ന് അതാവുമ്പോ നമുക്ക് സിബിലിന്റെ പ്രശ്നം സിബിൽ സ്കോർ നോക്കുന്നില്ല. ഈ ഏരിയയിലുള്ളവർക്കാണ് ഇവിടെ സെർട്ട്. എറണാകുളത്താണെങ്കിൽ നമുക്ക് നോർമൽ ഫിനാൻസ് ആയിരിക്കും. നോർമൽ ഫിനാൻസ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ അതാണ് ഡീറ്റെയിൽ. ഓക്കെ, പിന്നെ NS-ന്റെ കളക്ഷൻസ് ആണല്ലോ. NS നമ്മുടെ കയ്യിൽ NS 200 ഉണ്ട്, NS 160 ഉണ്ട്. വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട്. ഏകദേശം 2, 4, 6, 8 വണ്ടി. ഇന്നലെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, ഇന്നലെ സെയിലായി. 2 വണ്ടി നമുക്ക് വരാം. വണ്ടികൾ പടപടാന്ന് സെയിലാവുന്ന സ്റ്റോപ്പാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ NS 200 ഇത് 2019 മോഡൽ ABS ഉള്ള വണ്ടി. അതെ, ഇതിന് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് 90,000 രൂപ. 90,000 രൂപ. ഫിനാൻസ് ആകുമ്പോൾ ഏകദേശം 20,000 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാം. ഏകദേശം 20,000 ഡൗൺ പേയ്മെന്റ് ഫിനാൻസ് തരാൻ പറ്റും. ഫിനാൻസ് സ്കീം പറയുകയാണെങ്കിൽ 1 ലക്ഷം രൂപ ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ മാസത്തോടെ വരും. നമ്മൾ നോർമലി ഞങ്ങളിവിടെ സ്വന്തമായിട്ട് ഫിനാൻസ് ചെയ്യുന്നില്ല, ഞങ്ങൾ ഡയറക്റ്റ് ബാങ്കിന് അറേഞ്ച് ചെയ്ത് ഏകദേശം ഒരു 3,000-4,000 അത് ഞാൻ ചോദിക്കാൻ കാരണം എല്ലാ ജില്ലയിലാണെങ്കിലും കറക്റ്റ് ആയിട്ട് വരുന്നത്. കേരളത്തിൽ എല്ലാവരും ഒരു ഫിനാൻസ് കമ്പനി ചെയ്യുന്നത്. 3-4 ബാങ്കാണ് ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത്. അവർക്കാണ് എല്ലാവരും കൊടുക്കുന്നത്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഫിനാൻസ് ഞങ്ങൾ ചെയ്യുന്നില്ല. കസ്റ്റമർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിനാൻസിന്റെ ബാങ്കിനായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഫിനാൻസ് സെറ്റ് ആക്കുക, നിങ്ങൾ അവരുടെ ഇഷ്ടം. അപ്പോ വീണ്ടും NS ഇതാണെങ്കിലാ അത് 2018 മോഡൽ. ഇത് നമുക്ക് വില ചോദിക്കുന്നത് 78,000 രൂപ. 22,000 എന്തെങ്കിലും കുറയോ? എന്തെങ്കിലും ചെറിയ നിങ്ങളെ വീഡിയോ കണ്ട് വരുന്നവർക്ക് നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചാണ് പറയുന്നത്. എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ 78,000 എന്നുള്ളത് 25 കൊടുക്കും. മാക്സിമം സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ആണെന്ന് വന്ന് പറഞ്ഞ് വിളിക്കണം. അതായത് വീഡിയോ കണ്ടിട്ട് നമ്മുടെ ചാനലിന്റെ പേര് പറഞ്ഞിട്ടാണ് ഓഫർ കിട്ടുള്ളൂ, അല്ലാതെ ചുമ്മാ വന്ന ഓഫർ കിട്ടില്ല. അപ്പൊ ഇത് 2018 മോഡൽ 28,000 രൂപ. ഏകദേശം ഡൗൺ പേയ്മെന്റ് ഒരു 18,000-17,000 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. വീണ്ടും അടുത്തൊരു NS വരുമ്പോൾ അടുത്തത് 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്, അത് സിംഗിൾ ആയിരിക്കുമല്ലോ. ഇത് സെക്കൻഡ് ആണ്, ഇതും സെക്കൻഡ് ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പിന് എത്ര വരും? സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി നമുക്ക് 82,000 രൂപ. 82,000 രൂപ. അതെ.
വണ്ടിയുടെ കണ്ടീഷൻ ഒന്നും വണ്ടികളുണ്ടോ? അതെ, നമ്മൾ പ്രൈസ് അല്ല നോക്കുന്നത്, നമ്മൾ കണ്ടീഷനാണ് നോക്കുന്നത്. കണ്ടീഷൻ വണ്ടിയാണ്. അതായത് നമ്മളൊരു വണ്ടി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ നിന്ന് എല്ലാ ചെക്കപ്പും കഴിഞ്ഞിട്ടാണ് കസ്റ്റമർക്ക് ഡെലിവറി എടുക്കുന്നത്. കാരണം ഞങ്ങൾക്ക് വരുന്ന കസ്റ്റമർ ഇതുപോലെ വേറെ യൂട്യൂബ് വീഡിയോ ഉണ്ട്, ഞങ്ങളെ ഇൻസ്റ്റാഗ്രാം വീഡിയോ കണ്ടിട്ടും ഞങ്ങളെ വിശ്വസിച്ചിട്ട് ഗൾഫിൽ നിന്നായാലും ഡയറക്റ്റ് ഫണ്ട് നമ്മളെ അക്കൗണ്ടിൽ ഇട്ട് തരികയാണ്, വണ്ടി പോലും കാണാതെ. അപ്പൊ നമ്മൾ ക്വാളിറ്റി കൊടുക്കുന്നത് നമ്മുടെ നിർബന്ധമാണ്. അതുകൊണ്ട് ഞങ്ങൾ വണ്ടി മാക്സിമം നല്ല ക്വാളിറ്റിയിലാണ് കൊടുക്കുന്നത്. അതായത് എനിക്കിപ്പോ ഒരു ഓർമ്മ വരുന്നത്, നമ്മൾ ചില യൂസ്ഡ് കാർ ഷോറൂമിൽ പോകുമ്പോൾ അവർക്ക് ഏകദേശം ഇത്രോളം ചെക്കപ്പ് പോയിന്റ്സ് ഉണ്ടെന്ന് പറയുന്നത്. അതുപോലെ നമുക്കും ചെക്കപ്പ് പോയിന്റ്സ് ഉണ്ടല്ലേ? നമ്മൾ ഏകദേശം നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് എല്ലാ ചെക്കപ്പും ചെയ്തിട്ട് അതിനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അങ്ങനെ ചെയ്തിട്ടാണ് ഒരു വണ്ടി നമ്മൾ ഷോറൂമിൽ കയറ്റുന്നത്. അപ്പൊ 100% വിശ്വസിച്ച് എടുക്കാൻ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വണ്ടി എടുക്കാം. അതായത് നിങ്ങൾ വണ്ടി എടുത്തിട്ട് പണി കിട്ടില്ല എന്ന് വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ ഒരു ഷോറൂമാണത്. അതെ, ധൈര്യമായിട്ട് പോയി, ധൈര്യമായിട്ട് 100% ഗ്യാരണ്ടി കേട്ടോ. ഈ വണ്ടിയാണെങ്കിൽ NS ആണെങ്കിൽ 2018 മോഡലാണ്. ഇത് നമുക്ക് 82,000 പ്രൈസ് വരുന്നത്. ഇതും 82,000 രൂപ. അതെ അതെ അതെ. ഇതും ഡൗൺ പേയ്മെന്റ് സെയിം ആണ്, ഏകദേശം 18,000 17,000. പിന്നെ നിങ്ങൾ സ്കോറിനനുസരിച്ചാണ്, ചില കസ്റ്റമർക്ക് 15,000 ഇറക്കാൻ പറ്റും. ഡിപ്പെൻഡ് നിങ്ങളുടെ സിവിൽ സ്കോറും കാര്യങ്ങളും നിങ്ങളുടെ ഏരിയ അതിനനുസരിച്ചാണ് വരിക. നിയർ ബൈ ഡിസ്ട്രിക്ട് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇല്ല ഇല്ല. ഞാനൊരു സംശയം കിട്ടി, കാസർഗോഡ് കിട്ടും? കാസർഗോഡ് ലോൺ ഇട്ടുണ്ട്. അപ്പൊ ഓൾ കേരള ഫിനാൻസ് പല ഷോപ്പിൽ പറയെങ്കിലും കാസർഗോഡ് പ്രശ്നം വരുന്നുണ്ട്. ഇല്ല, നമ്മൾ കാസർഗോഡ് ഒരുപാട് വണ്ടികൾ ഫിനാൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാസർഗോഡ്, തിരുവനന്തപുരം എല്ലാ സൈഡിലും നമുക്ക് കസ്റ്റമർ വരുന്നതാണ്. ഇനി നമുക്ക് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയാലോ? ഇവിടെ കുറച്ച് വണ്ടിയിരിക്കുന്നുണ്ട്. ബുള്ളറ്റുകളുണ്ട്. ബുള്ളറ്റുകളുടെ 3 കളക്ഷൻസ് ഉണ്ട് ഇപ്പൊ തൽക്കാലത്തേക്ക്. ഓക്കെ, ഇത് 2020 മോഡല്. 2020 മോഡൽ. കിലോമീറ്റർ 26,000 26,000 സംതിങ് കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഒരു വാഹനമാണ്. പിന്നെ സെൽഫ് സ്റ്റാർട്ട് ഉള്ള വണ്ടി കേട്ടോ. സ്റ്റാൻഡേർഡിൽ സെൽഫ് വരുന്ന മോഡലാണ്. നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് 1,30,000 രൂപ. 1,30,000 രൂപ. ഡൗൺ പേയ്മെന്റ് ഒരു 35-40 രൂപ വേണ്ട. ബുള്ളറ്റ് നല്ല ഫിനാൻസ് കിട്ടും. ഏകദേശം 15,000-20,000 രൂപയുടെ ഗ്യാപ്പിൽ ബുള്ളറ്റ് നമ്മൾ ഇറക്കി കൊടുക്കുന്നുണ്ട്. ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ വീട് കണ്ടിട്ട് 15 എന്ന് പറഞ്ഞിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ ഒരു 5 രൂപ വെച്ചോ, ചിലപ്പോ ഫിനാൻസ് സിബിൽ സ്കോറിനനുസരിച്ച്. ഇതാണെങ്കിലാ ഇത് നമുക്ക് വരുന്നത് 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് 28,222 ഈ വണ്ടിക്ക് നമ്മൾ വില ചോദിക്കുന്നത് 1,05,000 രൂപയാണ്. 1,05,000 രൂപ. അതെ, ഇതിൽ നമ്മൾ ബുള്ളറ്റുകൾക്ക് എല്ലാ ബുള്ളറ്റുകളും പുതിയ എഞ്ചിൻ ഓയിലേ കയറും. ബുള്ളറ്റ് എടുക്കുന്ന കസ്റ്റമർക്ക് എല്ലാം നമ്മൾ പുതിയ എഞ്ചിൻ ഓയിലും കാര്യങ്ങളും ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. 1,05,000 ചോദിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 1,02,000 ലാസ്റ്റ് കൊടുക്കാം. 1,02,000 കിഡിലും ബുള്ളറ്റ് ഇരിക്കുന്നുണ്ട്. ഇത് ഡൗൺ പേയ്മെന്റ് ഒരു 10 രൂപ താഴെ മതിയാവൂലേ? 10 രൂപ, 10-15 ലെവലിൽ നമുക്ക് ചെയ്യാം. 10-15 രൂപ. വീണ്ടും ഒരു സ്റ്റാൻഡേർഡ് ഇരിക്കുന്നുണ്ട്. 2017 മോഡൽ. ഈ വണ്ടി വീഡിയോ ജസ്റ്റ് കൺട്രോൾ ഈ വണ്ടിന്റെ വൃത്തി നീറ്റ്നെസ് കാണണമെങ്കിൽ അതിന്റെ കിലോമീറ്റർ സെറ്റപ്പ് ആണ് 33,331. 2 റൗണ്ട് അടിച്ച് 33 ആകെ കാണിക്കാറുണ്ട്. പക്ഷെ ഞാൻ കണ്ടില്ലായിരുന്നു, 2 റൗണ്ട് അടിക്കായിരുന്നു. അപ്പൊ ഇത് തിളങ്ങണ വണ്ടി. അതെ, നിങ്ങളെ എറണാകുളം ഭാഗത്തു നിന്നുള്ള വണ്ടിയാണ്. എറണാകുളമാണോ? നിങ്ങളെ നാട്ടിലത്തെ വണ്ടിയാണ്. തൃപ്പൂണിത്തറ രജിസ്ട്രേഷൻ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തന്നെ കേട്ടോ. റേറ്റ് എത്ര? ഇത് വരുമ്പോ നമുക്ക് 95,000 രൂപ. 95,000 രൂപ. ബുള്ളറ്റ് നമുക്ക് 90,000-ന് 80,000-നൊക്കെ വണ്ടി കിട്ടും. പക്ഷെ അതിന് കണ്ടീഷനും കൂടി നമ്മൾ നോക്കണം. നല്ല കണ്ടീഷനുള്ള വണ്ടി നമ്മൾ തന്നെ നല്ല വിലക്കാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ബുള്ളറ്റിന് ചിലപ്പോൾ വില കൂടാനും ചാൻസ് ഉണ്ട്. കൊടുക്കുന്നത് അതാണ്. ചില വണ്ടികൾ നമുക്ക് വരലുണ്ട്, നോർമൽ വണ്ടികൾ നമുക്ക് 85,000-ന് കൊടുക്കാം, 80,000-ന് കൊടുക്കാം, പല വിലക്കും കിട്ടും. ഞങ്ങൾ ക്വാളിറ്റി ഉള്ള വണ്ടികളാകുമ്പോൾ 5,000 രൂപ. വണ്ടി എടുത്ത് പണി കിട്ടില്ല. അതെ, ഗുഡ് കണ്ടീഷൻ വണ്ടികളാണ്. ഈ വണ്ടിയുടെ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല ടയർ ഭാഗമൊന്നും പ്രശ്നങ്ങളൊന്നും കാണാനില്ല. പിന്നെ എഞ്ചിൻ ഭാഗം നമ്മൾ നോക്കുന്നില്ല, സെറ്റപ്പ് ആയിരിക്കും. ചേഞ്ച് ചെയ്ത് വെച്ച വണ്ടി. അപ്പൊ എക്സ്പൾസ് ഇല്ലല്ലോ, എക്സ്പൾസ് ഇല്ലെന്ന് നോക്കിയപ്പോ 3 എക്സ്പൾസ്. നമ്മള് വണ്ടി കുത്തി ഇറച്ചൊക്കെ ഒച്ചക്കണ്ട, കണ്ടില്ലേ? എക്സ്പൾസ് ഏതാ വരുന്നത്? ഇത് 2020 മോഡൽ. 2020 മോഡൽ. അതെ, നമുക്ക് 1,00,000 രൂപ കൊടുക്കാം. 2020 മോഡൽ എക്സ്പൾസ് 1,00,000 രൂപ. അതെ, റീസണബിൾ ആണോ? എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എത്രയാണ് പറയാം? ഒരു 98-ന് കൊടുക്കാം. 98 കേട്ടോ, ലാസ്റ്റ് ആണ്. എന്നാലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. 92,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. ഇതിന് ഒരു 15 രൂപ ഡൗൺ പേയ്മെന്റ്, 15-20 ലെവലിൽ ഡൗൺ പേയ്മെന്റ് എടുക്കാൻ പറ്റും. പിന്നെ ഈ എക്സ്പൾസ് ആണെങ്കിലോ? ഇത് 2020 മോഡൽ. അല്ലല്ല, 2V ആണ്. നമുക്ക് സ്റ്റോക്ക് വരാനുണ്ട് കേട്ടോ. ഇത് 2020 മോഡലാണ്. നമുക്ക് ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ പുതിയത് ചെയ്തതാണ്. 1,03,000 ചോദിക്കുന്നുണ്ട്. നിങ്ങളെ വീഡിയോ കണ്ടുവരുന്നവർക്ക് 1,00,000-ന് കൊടുക്കാം. ഡിസ്കൗണ്ട് അടിച്ചേക്കണ്ട. നിങ്ങളെ വീഡിയോ വണ്ടിയാണ്. കിലോമീറ്റർ എത്ര ഏകദേശം? കിലോമീറ്റർ നോക്കണം, ഏകദേശം നോക്കി പറഞ്ഞേക്കാം. ഇത് 18,000 കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ജെന്യുവൻ ആവാൻ ചാൻസ് ഇല്ല.
അങ്ങനെ ഉണ്ട് കേട്ടോ. എന്നാലും ഏകദേശം ചിലപ്പോ മീറ്റർ എക്സ്പൾസ് ഒക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ മീറ്റർ കംപ്ലൈന്റ് എന്തെങ്കിലും വന്നിട്ട് ബാക്കി എല്ലാത്തിനും നമ്മൾ ജെന്യുവനായിട്ട് നമുക്ക് പറയാം. ബുള്ളറ്റ് കുഴപ്പമൊന്നുമില്ല. ഈ എക്സ്പൾസ് ആണെങ്കിൽ ഇത് 2021 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നമുക്ക് വില ചോദിക്കുന്നത് 1,10,10,000 രൂപ. 1,10,000 രൂപ. അതിലൊക്കെ കുറയോ? എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഫുൾ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ആക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോയാലോ? അടുത്തത് ഒരു 1 2 3 4 160 അധികം കാണാറില്ലല്ലോ. 160 നിങ്ങൾ കേരളത്തിലെ ഏത് യൂസർ ബൈക്സിൽ നോക്കിയാലും ഇത്ര കളക്ഷൻ വേറെ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഉണ്ടായ വിരളമാണ്. അതെ, ഇതിപ്പോ ഇന്നലെ ഡെലിവറി കഴിഞ്ഞോണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ 5 വണ്ടി നമ്മളെ കയ്യിൽ വരും. 2 വണ്ടി വരാനുണ്ട്. റെഡ് കളറും ബ്ലൂ കളറും നമുക്ക് സ്റ്റോക്ക് വരാനുണ്ട്. ഇത് മൊത്തം ബ്ലാക്കും ഇത് നമ്മൾ ഗ്ലോസി ബ്ലാക്ക് ചെയ്തതാണ്. ഈ ഗ്രേ കളർ ഉണ്ടല്ലേ? അത് ഗ്രേ കളർ. ഇതാകുമ്പോൾ അത്യാവശ്യം മൈലേജും കാര്യങ്ങളും മൈലേജ് ഉണ്ടാവും. പിന്നെ രക്ഷിതാക്കൾക്കും തന്നെ 200 cc ആകുമ്പോൾ പേടി വേണ്ട. 160 cc ഒരു നോർമൽ പോക്ക് പോവാം. കണ്ടാലല്ല NS200 മാതിരി തന്നെ നല്ല മൈലേജ് ഉണ്ട്. മൈലേജിന് ഏകദേശം 45 മൈലേജ് ഉണ്ടാവും. 45 മൈലേജ് കിട്ടും. മറ്റേ അതാകുമ്പോൾ 40ന്റെ ബില്ലാണ് 200 മൈലേജ് കിട്ടും. പവർ മാത്രമേ ഉള്ളൂ, മൈലേജ് ഇല്ല. ഇന്നത്തെ കാലത്ത് പെട്രോളൊക്കെ വില വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ലുക്കും കാര്യങ്ങളും ഉണ്ടാവും, മൈലേജും കിട്ടും. വിലയിലേക്ക് പോയാലോ? ഇത് 2017 മോഡൽ. 62,000 രൂപ. 62,000 രൂപ. അതെ, കുറയോ? എന്തെങ്കിലുമൊക്കെ ചെയ്യാം. 60,000 ചെയ്യാം, നമുക്ക് ചെയ്യാം. ഇതാണെങ്കിലോ? ഇത് ഇരുന്നത് 2018 മോഡല്. 66,000 രൂപ. 2018 മോഡൽ 66,000 രൂപ. ഇതാണെങ്കിലോ? ഇത് 2017 മോഡലാണ്. 60,000 രൂപ. 60,000 രൂപ. ഇതാണെങ്കിലോ? ഇത് NS 125 ആണ്. കുറച്ചുകൂടെ മൈലേജ് കിട്ടും. 125 അത്യാവശ്യം മൈലേജ് കിട്ടും. ഒന്നുകൂടി മൈലേജ് കിട്ടും. കുറച്ച് പതിയെ പോകുള്ളൂ. 125 cc ആണ്. ഇത് നമുക്ക് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 2021 മോഡലാണ്. ഫ്രണ്ട് ടയർ നമ്മൾ പുതിയ ചേഞ്ച് ചെയ്താണ്. പുതിയ ഫ്രണ്ട് ടയർ ആണ്. ബാക്ക് ടയർ അത്യാവശ്യം ഉണ്ട്. നമുക്ക് പ്രൈസ് വരുന്നത് 70,000 രൂപയാണ്. നിങ്ങളെ വീഡിയോ ഉണ്ടോ വരുന്നവർക്ക് നമുക്ക് 67,000 ലാസ്റ്റ് കൊടുക്കാം. ഓക്കെ, പുതിയത് ഒരാൾക്ക് എടുക്കുകയാണെങ്കിൽ ഏകദേശം 1.40 അങ്ങനെ പ്രൈസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, ഇത് 2021 മോഡലാണ്. നമുക്ക് 68,000 രൂപയ്ക്ക് ഞാൻ തരാം. 68,000 രൂപ. ഇത് ഏകദേശം ഒരു 15 ഡൗൺ പേയ്മെന്റ് മതിയാവോ? ഈ വണ്ടിക്ക് നിങ്ങൾക്ക് ഏകദേശം 5,000 രൂപ മാത്രം ഡൗൺ പേയ്മെന്റ്. 5,000 രൂപ മതി. കാരണം ഇതിന്റെ മാർക്കറ്റ് വാല്യൂ വെച്ച് നോക്കുമ്പോൾ ഫിനാൻസിന്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഫിനാൻസ് കയറി വരും. നല്ല കയറി വരും. ഡൗൺ പേയ്മെന്റ് വളരെ കുറച്ച് മതി. 68 എന്നുള്ളത് ഏകദേശം 65 രൂപ കിട്ടാൻ സാധ്യത. 60 രൂപ കൺഫേം ആയിട്ട് ഫിനാൻസ് കയറും. 60 രൂപ 60. എന്നോട് ഞാൻ മിഞ്ഞാന്ന് ബാങ്ക് വേറെ കസ്റ്റമർക്ക് 70 രൂപക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കസ്റ്റമർക്ക് വേണ്ടി ലോണിന് ചോദിച്ചു. ഏകദേശം 64,000 രൂപ അവർ ലോൺ തരാന്ന് പറഞ്ഞു ഈ വണ്ടിയിൽ. നമ്മൾ 68,000 കൊടുക്കണേ ഏകദേശം 4,000 5,000 മാത്രമേ ഡൗൺ പേയ്മെന്റ് ആവശ്യം. ഏകദേശം 5 രൂപ താഴെ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റിയ വണ്ടിയാണെന്ന് നമുക്ക് പറയാം. അതെ അതെ അതെ. ഓക്കെ, ഇനി അടുത്ത ഏതാണ്? പറയൂ. മോജോ ലാസ്റ്റ് കാണിക്കണം. മോജോ നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണിക്കാം. ഹിമാലയൻ കാണിച്ചാലോ? ഹിമാലയ അടുത്ത് വരുന്ന 2018 മോഡൽ ഹിമാലയൻ ABS ഉള്ള വണ്ടി കേട്ടോ. ഏകദേശം 1.48 കൊടുക്കാം. നമുക്ക് 1.48 അഡ്ജസ്റ്റ് 1.45 ലാസ്റ്റ്. ഓണർഷിപ്പ് ഓണർഷിപ്പ് എത്ര നോക്കണം. ഓണർഷിപ്പ് നോക്കിയിട്ട് കമന്റ് ആയിട്ട് ഇടാം. പറഞ്ഞാൽ ഇപ്പൊ ഡിമാൻഡ് കൂടിയതാ. പണ്ടത്തെ റേറ്റ് ഇല്ലായിരുന്നു ഹിമാലയക്ക്. ഇപ്പൊ ഹിമാലയ പുതിയ മോഡൽ ആർക്കും വേണ്ട. ഈ വണ്ടിക്ക് അപ്പൊ സെക്കൻഡ്സിൽ മാർക്കറ്റ് കൂടി. സ്വാഭാവികമായിട്ട് അങ്ങനെ കൂടാനല്ലോ. കാരണം ഈ വണ്ടി നമുക്ക് ഡീലേഴ്സിന് എടുക്കാൻ കിട്ടുന്നില്ല. ഇപ്പൊ പണ്ടൊക്കെ നമ്മുടെ കയ്യിൽ 3-4 ഹിമാലയ. ഒരുപാട് സ്ഥലത്തും ഇഷ്ടം പോലെ നിരന്നിരിക്കുന്ന സാധനം ഇപ്പൊ കാണാനില്ല. ഇപ്പൊ യൂസർ ബൈക്കിന്റെ ഷോറൂമിൽ ഹിമാലയ കിട്ടുന്നില്ല. ഡയറക്റ്റ് കസ്റ്റമർ ഇപ്പൊ നിങ്ങളെ കയ്യിൽ ഹിമാലയ ഉണ്ടെങ്കിൽ അത് നേരെ വേറെ ആൾ എടുക്കുകയാണ്. നിങ്ങൾ വേറെ ഡീലർക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് സംഭവം. അതാണ് അടുത്തത് മോജോയിലേക്ക് പോയാലോ? മോജോ പോവാം. മോജോ പോയി 2000 ഒന്ന് സ്റ്റാർട്ട് ചെയ്യണോ? സ്റ്റാർട്ട് ചെയ്യും. വാടാ അങ്ങോട്ട് വാ, നമുക്ക് ഒച്ച കണ്ട് കേൾപ്പിക്കാം. മൈക്ക് ഞാൻ കാണിച്ചോളാം. ഒച്ചയില്ല എന്ന് പറയാം. സ്പൽബറിന്റെ വീഡിയോയിൽ മാത്രം ഒച്ചുള്ളൂ എന്ന് പറയണ്ട. അപ്പൊ ഒച്ച അതെ. ഇത് 2017 മോഡൽ. അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരൊക്കെ ഓടി വരും. ഇതും കൊണ്ടൊക്കെ റോഡ് കൂടെ പോകുമ്പോണ്ടല്ലോ 4 ആള് നോക്കും. അത് നോക്കണമല്ലോ. കാരണം ഇപ്പൊ ഈ വണ്ടി ഇവര് ഇറക്കുന്നില്ലെങ്കിലും അതെ ഉള്ള ആൾക്കാര് അങ്ങനെ കൊടുക്കാറും കുറവാണ്. പൊതുവെ സർവീസിംഗിന്റെ എന്തോ ഇഷ്യൂ കാര്യങ്ങളൊക്കെയാണ് പൊതുവേ ഉണ്ടായുള്ളൂ. നമ്മളിപ്പോ പുതിയ വണ്ടിയുടെ റിവ്യൂ പറയുന്നില്ല, എന്നാലും ഞാൻ പറഞ്ഞാണ്. അപ്പൊ വണ്ടി ഒരു കിടു വണ്ടിയാണ്. 2 സൈലൻസർ ഒക്കെ ഉണ്ട്. 2 പ്രാവശ്യം പൊട്ടിക്കാം. ഇപ്പൊ ഞങ്ങൾ പൊട്ടിച്ചപ്പോ തന്നെ അപ്പുറത്തെ ആൾക്കാർ വെക്കുന്നുണ്ടായിരുന്നു. അടുത്ത വീഡിയോകളൊന്നും ഇല്ലാത്തോണ്ട് വല്ല കുഴപ്പമില്ലല്ലേ? 2017 മോഡല് നമുക്ക് 1.30 കൊടുക്കാം. 2017 മോഡല് 1,30,000 രൂപ എന്ന് പറയുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എത്ര കൊടുക്കും? അങ്ങോട്ട് പറ.
മാക്സിമം കുറച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം നമുക്ക്. നമ്മൾ എറണാകുളത്ത് വന്നാണ്. എന്നാലും നമ്മൾ എറണാകുളത്ത് വന്നിരിക്കുമ്പോൾ ഓഫർ കൊടുക്കണ്ടേ? അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങള്. അപ്പൊ നമ്മൾ ഇത്രയും വണ്ടികൾ പറഞ്ഞതിൽ ഏതെങ്കിലും വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമന്റ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ മറുപടി കൊടുക്കണം കേട്ടോ. ഞാൻ വിളിച്ചോളാം ഇടക്കിടക്ക്. ഇത് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് നമ്മളൊരു MT ഓഫർ കൊടുക്കുന്നുണ്ട്, അത് നമുക്ക് അവസാനം പറയാം. അത് ആ വണ്ടിയല്ലേ? ഈ വണ്ടി ഓക്കെ ഓക്കെ, 50 ഓക്കെ 53. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വണ്ടി ഉണ്ട്, അത് കുറച്ച് പൊട്ടിക്കാനുള്ളതാണ്, പൊട്ടിക്കാം. ഓക്കെ, ഈ MT കിടന്നോ? ഇത് 2021 മോഡൽ MT ആണ്. 2021 മോഡൽ MT. നമ്മൾ പോയിട്ട് നമ്മൾ വേറെ മാറി തരും. നമ്മൾ പോയിട്ട് നമ്മളിത് പൊട്ടിയതാണ്. വേറെ എന്തെങ്കിലും മാറ്റാനുണ്ടോ? വേറെ ഒന്നും മാറ്റിയല്ല. ഫ്രണ്ട് ടയർ മാറാണ്ടായിരുന്നു, ഞാൻ പുതിയ ടയർ ഇട്ടു. ഇതിന് വേണ്ടിട്ട് സെറ്റ് ആക്കി MTന്റെ പുതിയ ടയർ ഇട്ടുണ്ട്. 2021 മോഡൽ MT സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. നമുക്ക് 1.45 കൊടുക്കാം. 1,45,000 രൂപ. എന്തെങ്കിലുമൊക്കെ കുറക്കുന്നതായിരിക്കും, ഞാൻ പറയുന്നില്ല. അടുത്ത MT ആണെങ്കിലോ? അത് 2020 മോഡൽ MT. അത് നമുക്ക് 1.40 കൊടുക്കാം. മാക്സിമം 1,40,000 രൂപയ്ക്ക് കൊടുക്കാം. അതിനും ഇത് രണ്ടിനും ഏകദേശം ഡൗൺ പേയ്മെന്റ് പറയുകയാണെങ്കിൽ ഏകദേശം 25,000 വെച്ച്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് നമ്മൾ ഡൗൺ പേയ്മെന്റ് ഇട്ട് കഴിഞ്ഞാൽ ഇടയ്ക്കുന്ന കാണുന്നവർ പറയും നിങ്ങൾ ഡൗൺ പേയ്മെന്റ് പറഞ്ഞില്ല എന്ന് പറയും. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. മറന്നു പിന്നെ ഫ്ലോയിൽ ഇങ്ങനെ ചോദിക്കും ഇടയ്ക്കിടയ്ക്ക്. വിലയും കാര്യങ്ങളും തന്നെ 3-4 പ്രാവശ്യം ഞാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ എന്റെ ഇതിനു വേണ്ടി ഇടയ്ക്ക് ചോദിക്കുന്നത്. അടുത്ത MT ഇത് 2020 മോഡൽ MT 1.42. 1,42,000. ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഫ്രണ്ട് ടയർ പുത്തനാണ്. ക്വാളിറ്റി എടുത്തിട്ട് പറയാം, നമുക്ക് ക്വാളിറ്റി വണ്ടി മാത്രം കൊടുക്കുള്ളൂ. എന്നാലും ഉള്ളതിൽ ഏറ്റവും ടോപ്പ് വണ്ടി ഇതാണ്. ഈ വണ്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ടയറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഓരോ വണ്ടിക്കും ചെറിയ ചെറിയ ക്വാളിറ്റി വ്യത്യാസങ്ങളുള്ള. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ചെറുതായിട്ടുള്ള അതേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇതിന്റെ റേറ്റിലേക്ക് കടന്നു നമുക്ക് 1.42 കൊടുക്കാം. 1,42,000 രൂപ. അപ്പൊ ഈ വണ്ടിക്കും ഒരു 25 രൂപ നമുക്ക് ഇറക്കി കൊടുക്കാം. അടുത്ത നമ്മുടെ ഓഫർ വണ്ടിയിലേക്ക് കടന്നാലോ? ഓഫർ വണ്ടി കൊടുക്കാം. 2022 മോഡൽ വണ്ടി. 2022 മോഡൽ വണ്ടിയിലെ ഫ്രണ്ട് ടയർ കുറച്ച് കുറവുണ്ട്. നമ്മൾ ഫ്രണ്ട് ടയർ മാറ്റിയിട്ട് നമുക്ക് ഫ്രണ്ട് ടയർ നമ്മൾ മാറി കൊടുക്കും. ഫ്രണ്ട് ടയർ കസ്റ്റമർ മാറാണെങ്കിൽ നമുക്ക് 1.48 ഒരു ഓഫർ വില എന്നുള്ളതിൽ ഒരു വണ്ടി നമുക്ക് ഓഫറിൽ കൊടുത്തുകൂടാ, അതിന് കൊടുക്കുകയാണ്. ഈ വണ്ടി നമുക്ക് ഏകദേശം USD4 ഉള്ള വണ്ടിയാണ്. 2020 മോഡൽ. നിങ്ങൾക്ക് മാർക്കറ്റ് അന്വേഷിച്ചാൽ അറിയാം, 1.5 ലക്ഷത്തിന്റെ മുകളിൽ മാർക്കറ്റിലുള്ള വണ്ടിയാണ് നോർമലി വരുന്നതാണ്. നമുക്ക് 1.48 തരാം. കാരണം നിങ്ങളെ വീഡിയോ വണ്ടി വരുന്നത് അതായത് ടയർ മാറ്റാതെയാണോ? ടയർ മാറ്റാതെ. ടയർ മാറ്റിയിട്ട് 2,000 രൂപ എക്സ്ട്രാ വരും. 1.5 ലക്ഷം രൂപയ്ക്ക്. പക്ഷേ ടയർ മാറ്റിയിട്ട് 1.48 കൊടുക്കും. ഞാൻ കുടിപ്പിക്കും, അന്നല്ലേ സെറ്റപ്പ് ഉണ്ടാവുള്ളൂ. ഓക്കെ, വീണ്ടും ഒരു MT വരുന്നു. 2020 മോഡൽ 21 രജിസ്ട്രേഷൻ വരുന്നത്. 2020 മോഡൽ 21 രജിസ്ട്രേഷൻ. ഏകദേശം കിലോമീറ്റർ എത്ര ഉണ്ടാവും? കിലോമീറ്റർ 33,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സ്വാഭാവികമായിട്ട് സിംഗിൾ ആയിരിക്കും. നമുക്കത് 1.42 തന്നെയാണ്. 1.42. MTയുടെ 1, 2, 3, 4, 5 MT ഉണ്ടെങ്കിൽ വരാനുണ്ട്. MT 2 വൈറ്റ് വണ്ടി കൂടി വരാനുണ്ട്. രണ്ടെണ്ണം വരാനുണ്ട്. 2 വണ്ടി വരാനുണ്ട്. വേറെ ഇപ്പൊ ഞാൻ വേറെ കാര്യം ചോദിക്കാൻ പറഞ്ഞതേ, അപ്പൊ ഈ കണ്ട വണ്ടികളല്ലാതെ ഏതെങ്കിലും വണ്ടി നമുക്ക് വിൽക്കാനായാലും വാങ്ങാനാണെങ്കിലും സമീപിച്ച് സെറ്റാക്കൂലേ? പിന്നെ നിങ്ങൾക്ക് വണ്ടി സെയിൽ ചെയ്യണമെന്നില്ലേ, കേരളത്തിലുള്ള എല്ലാ ജില്ലകളും നമ്മൾ വണ്ടി എടുക്കുന്നുണ്ട്. അവിടെ വന്നെടുക്കും. നിങ്ങൾ വണ്ടിന്റെ ഫോട്ടോ ഡീറ്റെയിൽസ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രൈസ്, കിലോമീറ്റർ കാര്യങ്ങൾ അയച്ചുതരാം. നമ്മൾ ആളുകാർ അവിടെ വന്ന് വണ്ടി എടുക്കും. അത് കേരളത്തിലെ എല്ലാ ജില്ലയ്ക്കും നമ്മൾ ഓൾ കേരള പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഓൾ കേരള ഡെലിവറി ഉണ്ട്. ഓൾ കേരള ഫിനാൻസും ഉണ്ട്. ഓൾ കേരള ഡെലിവറി, ഓൾ കേരള പർച്ചേസ്, ഓൾ കേരള ഫിനാൻസ്. ഞാൻ പറഞ്ഞ തെറ്റി പോകും. അപ്പൊ 3 സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് സംഭവങ്ങള്. പിന്നെ എന്താ പറയണ്ട, പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഒരു കസ്റ്റമർക്ക് നമ്മൾ കഴിഞ്ഞ MT എടുക്കണം, അവർക്ക് ഇപ്പൊ വൈറ്റ് കളർ വേണ്ട, അവർക്ക് ഇഷ്ടപ്പെട്ട ബ്ലൂവോ ബ്ലാക്ക്, വേറെ കളർ ബ്ലാക്കോ ഏത് കളർ വേണമെങ്കിലും നമ്മൾ പെയിന്റിങ്ങും ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെയിന്റിംഗ് ചെയ്യും. അപ്പൊ അത് നിയമപരമായിട്ട് നമ്മൾ പേപ്പറിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കും. ഇതൊക്കെ ഇവിടെ ചെയ്തു ഇത് ഇവിടെ ഇപ്പൊ നമ്മളെ കയ്യിൽ വീട്ടിൽ ഒരുപാട് കസ്റ്റമർ എടുക്കുന്നുണ്ട്. അപ്പൊ അവര് വണ്ടി എടുക്കുന്നതിന് മുന്നേ തന്നെ പറയും, അവർ വേറെ വണ്ടിയുടെ ഫോട്ടോ എനിക്ക് ഈ കളറിൽ ചേഞ്ച് ചെയ്യണം. അപ്പൊ വലിയ എക്സ്പെൻസ് ഉള്ള പെയിന്റ് ഒക്കെ നമ്മൾ എക്സ്ട്രാ എമൗണ്ട് പറയും. ചില വണ്ടികൾക്കൊക്കെ നമ്മൾ അതിൽ പെയിന്റിംഗ് അടക്കം ചെയ്തു കൊടുക്കും. അതായത് നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ട കളർ മാറ്റി സെറ്റപ്പ് ആക്കി തരും, ഇഷ്ടപ്പെട്ട രീതിക്ക്. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട MT ബ്ലാക്ക് ആണെങ്കിൽ, ഇവിടെ ഉള്ളത് വൈറ്റ് ആണെങ്കിൽ, ഈ കളർ ആണെങ്കിൽ മാറ്റി കൊടുക്കും. അതിനൊരു ചെറിയൊരു സാവകാശം മാത്രം മതി. നമുക്കിവിടെ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും വിത്ത് പേപ്പർ ആണോ? ചില സ്ഥലങ്ങളിൽ ചിലപ്പോ കളർ മാറ്റി കിടക്കും, പേപ്പർ ഉണ്ടാവില്ല. നമ്മൾ പേപ്പറൊക്കെ മാറ്റി സെറ്റപ്പ് ആയിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോ ഒരു പൾസർ ഇരിക്കുന്നുണ്ടല്ലോ. പൾസർ കണ്ടില്ലല്ലോ നോക്കിയത്. ഇത് 2019 മോഡല് ABS വരുന്ന പൾസറാണ്. 67,000 രൂപയാണ് പ്രൈസ് വരുന്നത്. 67,000 എന്ന് പറയുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പൊതുവായിട്ട് കൊടുക്കാം. ഈ പൾസറിന് വേറെ ഉണ്ട്. പൾസർ 150ക്ക് പല ജില്ലകളിൽ പല മാർക്കറ്റാണ്.
ഇപ്പൊ എറണാകുളം സൈഡിക്ക് ഇത്രക്ക് റേറ്റ് ഉണ്ടാവില്ല. നമ്മൾ അങ്ങനെ എറണാകുളം, കൊല്ലം, കോട്ടയം സൈഡിക്ക് പൾസർ 150 അത്രക്ക് ഡിമാൻഡ് ഇല്ല. പക്ഷെ മലപ്പുറം, കാസർഗോഡ്, കണ്ണൂർ സൈഡിൽ പൾസർ 150 ഭയങ്കര ഡിമാൻഡാണ്. എന്താണ് ഡിമാൻഡ് കൂടാൻ കാരണം? ഇവിടെ അധികം ആൾക്കാർ ബജാജിന്റെ വണ്ടിക്ക് നല്ല താല്പര്യമുള്ള ആൾക്കാരാണ്. പക്ഷെ തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ഹീറോയുടെ വണ്ടി, ഹോണ്ടയുടെ വണ്ടി, അതിനാണ് ഫാൻ ബേസ് കൂടുതൽ. ഇവിടെ ബജാജിന്റെ വണ്ടിക്ക് നല്ല ഫാൻസ്, ബജാജ് ഫാൻസ് കൂടുതലുള്ള സ്ഥലങ്ങളാണ് മലപ്പുറം. അതുകൊണ്ട് തന്നെ ഇനി മുമ്പത്തെ ഷോപ്പിൽ പോയപ്പോൾ അത്യാവശ്യം പൾസർ നിറഞ്ഞിരിക്കേണ്ട പൾസർ ഒരുപാടുണ്ടാവും. ഇവിടുത്തെ അധിക ഷോപ്പിൽ പൾസർ ഇഷ്ടം പോലെ ഉണ്ടാവും. പൾസർ ഫാൻസ് ഉള്ള സ്ഥലമാണ്. ബജാജിന്റെ വണ്ടികള്, യമഹയുടെ വണ്ടികള് അധികം ഇവിടെ അതുണ്ടാവുക. ഓക്കെ ഓക്കെ, അത് പറഞ്ഞപ്പോ വീണ്ടും എത്തിയിട്ടുണ്ടല്ലോ. അടുത്ത ബജാജിന്റെ ഡൊമിനോർ 2 ഇരിക്കുന്നുണ്ട്. ഇത് 400 ആണ്. 2018 മോഡൽ വണ്ടിയാണ്. ചെയിൻ സ്പ്രോക്കറ്റ് ആണ്. നമ്മൾ വില ചോദിക്കുന്നത് 1,18,000 രൂപ. 1,18,000 രൂപ നല്ലൊരു ഡീലാണോ? കുഴപ്പമില്ലാത്ത പ്രൈസ് ആണ്. കുഴപ്പമില്ലാത്ത പ്രൈസ് ആണെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കുറച്ച് കൊടുക്കാം. അപ്പൊ 1,18,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. എന്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാക്സിമം സെറ്റ് ആക്കി കൊടുക്കുന്നതായിരിക്കും. വീണ്ടും ഒരു ഡൊമിനോർ. അടുത്ത ഡൊമിനോർ 250 ആണ്. 2020 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 2020 സിംഗിൾ ഓണർഷിപ്പ്. ഫ്രണ്ട് ടയർ പുതിയ വണ്ടി. ഫ്രണ്ട് ടയർ പുതിയ ടയർ, പുത്തൻ ടയർ നമ്മൾ മാറിയതാ. ഒന്നും നോക്കാനില്ല. ഒന്നും നോക്കാം. ഈ വണ്ടി എടുക്കുന്ന കസ്റ്റമർക്ക് ഒന്നും നോക്കാനില്ല. നമ്മൾ ഓയിൽ ചേഞ്ചിങ്ങും ചെയ്തു തരും. ഒന്നും നോക്കാനില്ല. ഇവിടെ വണ്ടി എടുത്തോണ്ട് പോയത് വണ്ടി എടുക്കുക, പെട്രോൾ അടിക്കുക, ഓടിക്കുക. പെട്രോള് ആണെങ്കിൽ ഈ വണ്ടിക്ക് വേണമെങ്കിൽ നമുക്ക് ഫുൾ ടാങ്ക് പെട്രോളും കൊടുക്കാം. പിന്നെ ഓഫർ കിടക്കാം. അപ്പൊ ഈ വണ്ടി എല്ലാ വണ്ടിക്കും ഉണ്ടോ? ഈ വണ്ടിക്കാണോ? ഈ വണ്ടിക്ക് ഡൊമിനോർ 250 നമുക്ക് ഫുൾ ടാങ്ക് പെട്രോളും കൊടുക്കാം. അതെന്താണ് പ്രത്യേകത? ഒന്നുമില്ല, നിങ്ങൾ വീഡിയോ ചെയ്യല്ലേ. അപ്പൊ നമ്മൾ പ്രൈസിൽ ഇനി പറയുന്ന ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞാല് 1,45,000 ആണ്. അതിൽ നമ്മൾ ഫുൾ ടാങ്ക് പെട്രോളും കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു ഡിസ്കൗണ്ടും കൊടുക്കാം. എന്തായിരുന്നു ആ ഡിസ്കൗണ്ട്? 1,42,000 നമുക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് ലാസ്റ്റ് ചെയ്താൽ തരാം. ഓഫർ അല്ലെ? 1,42,000 ഫുൾ ടാങ്ക് പെട്രോൾ. ഫുൾ ടാങ്ക് പെട്രോൾ എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര രൂപ വരും? ഡൊമിനോർ അടിച്ചു നോക്കിയില്ല. നമുക്ക് വലിയൊരു ടാങ്കാണ്, വലിയൊരു എമൗണ്ട് കാണണം. അതൊന്നും നമ്മൾ നോക്കുന്നില്ല. ഇനി ഞാൻ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഓഫേഴ്സ് വരുന്നതായിരിക്കും. നോക്കട്ടെ, മാക്സിമം ചെയ്ത് വേണ്ടി അടുത്ത ഓഫർ ഞാൻ പറയും. അടുത്തത് RS 200 എത്ര കൊടുക്കും? 2018 മോഡൽ വണ്ടി 98,000 കൊടുക്കാം. 2018 മോഡൽ 98,000 രൂപ. കുഴപ്പമില്ല, നല്ല വണ്ടിയാണ്. കണ്ടീഷൻ നോക്കിയാ പെർഫെക്റ്റ് വണ്ടിയാണ്. 98,000 രൂപ. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കേട്ടോ. ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്. നല്ല കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അടുത്തത് R15 V2 ആണ്. V2 ഇപ്പൊ കിട്ടാനില്ലല്ലോ. കിട്ടാനില്ല. നിങ്ങളെ നാട്ടിൽ നിന്ന് എടുത്താണ്. അത് ഞാൻ പറയാൻ പറഞ്ഞു. ഞാൻ ഇക്കാര്യം ഇടയ്ക്ക് വിളിക്കുമ്പോ പുള്ളി ഇവിടെയാണ്, എറണാകുളത്താണ്. നാളെ, അതായത് നാളെ ആളെ എറണാകുളത്ത് വന്നാൽ ആക്ച്വലി നാളത്തേക്കാണ് വീഡിയോ പ്ലാൻ ചെയ്ത്. നാളെ പർച്ചേസിങ് കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എറണാകുളത്ത് പോകണോണ്ട് നമ്മൾ ഇന്ന് ചെയ്തതാണ്. അപ്പൊ കൂടുതൽ വണ്ടി എറണാകുളം ഭാഗത്താണ് എടുക്കുന്നത്. നമുക്ക് എറണാകുളം, കാസർഗോഡ്, കണ്ണൂര്, മലപ്പുറം ജില്ലകളിലുള്ള വണ്ടികള് അങ്ങനെയൊന്നുമില്ല. ഇവിടുന്ന് കോളും നടക്കും. ഓൾ കേരള പർച്ചേസിംഗ് ഉണ്ടായതുകൊണ്ട് ഏകദേശം ഒരു ദിവസം, ആഴ്ചയിൽ എല്ലാ ദിവസവും ഓരോ ജില്ലകളിൽ നമ്മളുണ്ടാവും. ഓരോ ദിവസങ്ങളിൽ നമ്മളുണ്ടാവും. എന്നിട്ട് അവിടെ നിന്ന് വണ്ടി കൊണ്ടുവരും. ഇന്നിപ്പോ നമ്മളെ വണ്ടി എടുക്കാൻ ആൾക്കാർ കണ്ണൂർ പോയിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ നിൽക്കാനാ പോകുന്നത്? അതോ ഞാൻ പോകും, നമ്മളെ ആളുകൾ പോകും, നമുക്ക് അവിടെ ആൾക്കാരുണ്ട്. നിങ്ങൾ വണ്ടി അതിൽ സെയിൽ ചെയ്യണേ അവിടെ വണ്ടി നോക്കാൻ അവിടെ ആൾക്കാരുണ്ടാവും. അതായത് ആളെന്നെ വന്നൊന്നുമില്ല, അവിടെ ഉള്ള ആൾക്കാർ വന്ന് നോക്കി വിലയൊക്കെ തിട്ടപ്പെടുത്തി സെറ്റ് ആക്കിയിട്ട് ആളെ വന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വണ്ടി അറേഞ്ച് ചെയ്യാനാണെങ്കിൽ അങ്ങനെയാണ്. അതിനൊക്കെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, 2017 മോഡലാണ്. നമുക്കിത് 65,000 കൊടുക്കാം. 65,000 രൂപ. 65,000 രൂപ റിസർവ് പ്രൈസ് ആണ്. എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാം. ഓക്കെ, 2017 മോഡല് R15 V2 ആണ്. നമുക്ക് R15 V1 വരാനുണ്ട്. 2016 അത് ഏകദേശം 62,000 കൊടുക്കാം. 62,000 V1 വരാനുണ്ട്, സ്റ്റോക്ക് വരാനുണ്ട്. പർച്ചേസ് ചെയ്തിട്ടുള്ള വണ്ടി ഇവിടെ എത്തിയിട്ടില്ല. ഓക്കെ, അപ്പൊ അത് വരുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അടങ്ങുന്ന ഡീറ്റെയിൽസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ഏതെങ്കിലും നമ്മുടെ വണ്ടിയുടെ ഫോട്ടോ, ഡീറ്റെയിൽസ്, കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മലപ്പുറം യൂസ്ഡ് വെഹിക്കിൾ ഗാരേജ്, മലപ്പുറം യൂസ്ഡ് വെഹിക്കിൾ ഗാരേജ് മെൻഷൻ ചെയ്തേക്കാം. അതല്ല, സൈമോട്ടോ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ നേരെ പേജ് വരും. മലപ്പുറം യൂസ്ഡ് വെഹിക്കിൾ ഗാരേജ് എന്ന് വരും. നേരെ ആ പേജിൽ കയറിയാൽ മതി. അത് കയറി കഴിഞ്ഞാൽ എല്ലാ വണ്ടിയുടെ ഫോട്ടോ, ഡീറ്റെയിൽസ്, നമ്മളിവിടുന്ന് ഡെലിവറി വീഡിയോകൾ എല്ലാം അതിലുണ്ടാവും. ഡെലിവറി വീഡിയോ മാത്രമല്ല, ഇക്കടെ കുറച്ച് വീഡിയോ ഒക്കെ അതിനകത്തുണ്ട്. ഞാൻ കണ്ടായിരുന്നു ഓരോ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയുന്നത്. നമ്മൾ ചെറുതായിട്ട് വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് വളർന്നു വരികയാണ്. നമ്മളൊക്കെ പരിഗണിക്കണം കേട്ടോ. നിങ്ങളൊക്കെ ബാക്കിൽ നമ്മളുണ്ടാവും. വളർന്നു വരട്ടെ. ഇത് V4 അല്ലേ? അതെ. V4 ഏതാ മോഡല്? 2022 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. 2022 രജിസ്ട്രേഷൻ. അതെ. നമുക്ക് നോക്കുകയാണെങ്കിൽ പുത്തനാട്ടോ. നമ്മളിവിടുന്ന് ടയറുകൾ മാറുന്നതൊക്കെ പുത്തൻ ടയറായിരിക്കും. ടയർ അങ്ങനത്തെ ലോക്കൽ ടയറൊന്നും മാറൂല. ഉടായ്പ ടയറിന്റെ പരിപാടിയില്ല. ടയർ മാറാനായിട്ട് നമ്മൾ പുത്തൻ ടയറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ വണ്ടിക്ക് ടയർ മാറാനായിട്ടുണ്ടാവും. നമ്മൾ എടുക്കുമ്പോൾ പിന്നെ എന്തായാലും പുത്തൻ ടയർ ഇട്ട് കൊടുക്കും. പുത്തൻ ടയർ എത്രയും കൊടുക്കാൻ പറ്റും?
160. പുത്തൻ ടയർ ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ടുണ്ട് 160. 1,60,000 രൂപ. ഒരു 35-40 ഡൗൺ പേയ്മെന്റ് വരുമായിരിക്കും. അതെ, 35 നമുക്ക് ഡൗൺ പേയ്മെന്റ് സെറ്റ് ആക്കാം. ഓക്കെ, അടുത്തതൊരു വെറൈറ്റി വണ്ടിയാണ്. അടുത്തതൊരു വെറൈറ്റി ഉണ്ട്. ഇതൊക്കെ എടുക്കാന്ന് വെച്ചാല് ഒരു ഹിമാലയൻ എടുക്കുന്ന അല്ലെങ്കിൽ ഒരു ഡൊമിനോർ മോഡൽ കൂടിയ ഡൊമിനോറോ അല്ലെങ്കിൽ ഹിമാലയ എടുക്കുന്ന പ്രൈസിന് BMW കിട്ടും. G310 ഇതൊക്കെ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് ഒരാളെ ഡീക്കർ പോകുമ്പോ BMW എടുത്തോന്നൊരു. അതായത് ഇക്ക പറഞ്ഞ പോലെ ഹിമാലയൻ എടുക്കുന്ന 2021-20 ഹിമാലയ എടുക്കുന്ന പ്രൈസിന് അല്ലെങ്കിൽ ഡൊമിനോർ 22 ഡൊമിനോർ ഒക്കെ എടുക്കുന്ന പ്രൈസിന് ഒരു BMW സ്വന്താക്കാം. അതായത് ഒരു സെറ്റപ്പ് സ്പോർട്സ് വണ്ടി, സ്പോർട്സ് ബൈക്ക് ആയിരിക്കും. നല്ല ട്രാവലിങ്ങിന് അത്യാവശ്യം നല്ല കംഫർട്ടാണ് ഈ വണ്ടി. ഞാൻ അത്യാവശ്യം 3 മാസം ഞാൻ യൂസ് ചെയ്ത വണ്ടിയാണ്. അതായത് നമ്മളെ വണ്ടി ഉപയോഗിച്ച് സർട്ടിഫൈഡ് ചെയ്ത വണ്ടിയാണ്. ഈ വാഹനം ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി എടുത്ത വണ്ടിയാണ്. ഞാൻ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. ഇപ്പൊ സെയിൽ ചെയ്യാന്നുള്ളൂ. ഞാനിത് മാറ്റിയിട്ട് എനിക്ക് ഒരു ഹാർലി എടുക്കാനുള്ള പ്ലാൻ ഉണ്ട്. യൂസിങ്ങിന് ഇടക്കിടക്ക് യൂസിങ്ങിന് ഓരോ വണ്ടി, കച്ചവടം മാത്രം പോരല്ലോ, ഇടക്കിടക്ക് യൂസ് വേണം. ആ ലെവലില് ഞാൻ പർച്ചേസ് ചെയ്തിട്ട് ഉപയോഗിക്കാതിരുന്ന വണ്ടിയാണ്. ഇതിന്റെ എത്ര റേറ്റ് വരാം? ഇത് നമുക്ക് ഏകദേശം 1,90,000 രൂപയ്ക്ക് കൊടുക്കാം. 1,90,000. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആ ഒരു ഏകദേശം ഹിമാലയ മോഡൽ 2020-21 ഹിമാലയ എടുക്കുന്ന പ്രൈസ് വരുള്ളൂ. കിലോമീറ്റർ എത്ര ഉണ്ടാവും? കിലോമീറ്റർ 18,000 കിലോമീറ്റർ. അത് ജെന്യൂൻ ആണോ? ജെന്യൂൻ കിലോമീറ്റർ. കാരണം 15,000 കിലോമീറ്റർ ആയപ്പോഴാണ് ഞാൻ ഈ വണ്ടി പർച്ചേസ് ചെയ്തത്. അതിനുശേഷം 3,000 കിലോമീറ്റർ ഞാൻ ഓടിച്ചത്. 3,000 കിലോമീറ്റർ ഇക്ക ഓടിച്ചിട്ട് സാക്ഷ്യപ്പെടുത്തിയ ഗുഡ് വണ്ടിയാണെന്നാണ് പറയുന്നത്. ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ട് കണ്ടത് വെച്ചാൽ ട്രാവലിങ്ങിന് നല്ല കംഫർട്ടാ. വണ്ടി കൊടുത്താൽ കേറിപ്പോവും. പിന്നെ ഞാനിപ്പോ ഒരു കാര്യം ചോദിക്കാം, ഒന്നും വിചാരിക്കരുത്. മൈലേജ് എത്ര കിട്ടും? മൈലേജ് 28-30 ലെവലില്. ആരായാലും ചോദിക്കൂലോ, അത് എന്തായാലും ചോദിക്കും. ഏകദേശം 30 കിലോമീറ്റർ മൈലേജ് കിട്ടും. അതായത് നോർമലി ഇപ്പൊ ഒരു ബൈക്കിന് 40-45 കിട്ടും. 30 കിലോമീറ്റർ മൈലേജിൽ ഒരു കിടുക്കൻ സ്പോർട്സ് ബൈക്ക് ഓടിച്ചിട്ടുണ്ട്, ചെത്തി പൊളിച്ച് മലപ്പുറം ടൗണിലൂടെ നടന്ന മനുഷ്യനാണ് ഈ പറഞ്ഞത്. ഓക്കെ ഓക്കെ. പിന്നെ ഇത് മാത്രമല്ല, ഇതിന്റെ സ്പെയർ പാർട്സ് ഒക്കെ TVS-ന്റെ അപ്പാച്ചി 310 അതിന്റെ സെയിം പാർട്സ് ആണ്. സെറ്റ് ആക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ പാർട്സും കാര്യങ്ങളും നല്ല വില വരുമെന്നുള്ള പേടി വേണ്ട. പൊതുവെ ആൾക്കാർക്ക് ഈ വക വണ്ടികൾ എടുക്കുമ്പോൾ മെയിൻ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്സ്, സർവീസും കാര്യങ്ങളൊക്കെ. സർവീസിംഗിന് കോസ്റ്റ് ഉണ്ടാവൂലേ? സർവീസ് നമുക്ക് ഇപ്പൊ ഷോറൂമിലല്ല, വെളിയിൽ തന്നെ നല്ല നല്ല ഇത് വരുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഈ മഞ്ചേരി ചെയ്യുന്ന സർവീസ് അത്യാവശ്യം സ്പോർട്സ് ബൈക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ. അപ്പോൾ V3കൾ 3 V3കൾ ഇരിക്കുന്നുണ്ടല്ലോ. അതെ, നിരന്നിരിക്കുന്നുണ്ട്. ഇതൊക്കെ കളർ ചേഞ്ച് ഒക്കെ ചെയ്ത് കൊടുക്കൂല? V3കൾ മാത്രമല്ല കേട്ടോ, 5 വണ്ടികൾ വേറെ ഉണ്ട്. വെക്കാൻ സ്ഥലമില്ലാതെ നമ്മളെ വീട്ടിൽ വെച്ചിരിക്കുകയാണ്. ബാക്കിൽ ഒരെണ്ണം വെക്കായിരുന്നു നമുക്ക്. ഓക്കെ ഓക്കെ. അപ്പൊ ഇനിയും 5 കാണാനുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഈ V3 ഡീറ്റെയിൽസ് പറയുമ്പോൾ KL19, K19, 26ന്റെ കാര്യം പറയാം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നമുക്ക് വില വരുന്നത് 1,15,000 രൂപ. ഏതാ മോഡല്? 2018 മോഡല്. 2018 മോഡൽ 1,15,000. 1,15,000 രൂപ. ഇതിന് ഡൗൺ പേയ്മെന്റ് എത്ര വരും? ഒരു 25,000 ചെയ്യാം. 25,000 ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ സെറ്റ് ആക്കി ചെയ്യാം. വണ്ടിയുടെ കണ്ടീഷൻ ഒന്നും പറയാനില്ല, ചെറിയൊരു ചെളിയുണ്ട്. അത് വണ്ടി എടുക്കുമ്പോൾ ചെളി വരുമല്ലോ. വാഷിംഗ് ചെയ്യാത്ത. അതായത് ഇപ്പൊ നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ഓടിച്ച് കയറ്റിയ വണ്ടിയാണ്. ഇവിടെ ഒന്നാമത് മഴക്കാലല്ലേ, അപ്പൊ നല്ല ട്രയലും ഇതൊക്കെ. മഴക്കാലം മാത്രമല്ല, റോഡ് സൈഡ് ആയതുകൊണ്ട് നല്ല റോഡിന്റെ സൈഡാണ്, നല്ല നോയ്സ് ഉണ്ടാവും. അത് പറയാൻ വേണ്ടി റോഡ് സൈഡ് ആയതുകൊണ്ട് നല്ല നോയ്സ് ഉണ്ടാവും, നല്ല പൊടികൾ ഉണ്ടാവും. പൊടികൾ നമ്മൾ ഡെയിലി നമ്മുടെ പയ്യന്മാര് ഉണ്ട്, അമ്മമാര് ചെയ്യുന്നുണ്ട്. എന്നാലും ചെയ്യുന്നതിന്റെ പരിധിയില് അവിടെ നിൽക്കുന്നുണ്ട് 3 പേര്. ഇവനെ കാണിച്ചു കൊടുത്തേക്കാം. അവിടെ 3 പയ്യന്മാരൊക്കെ ഉണ്ടാ. ഹായ്, അവര് കൈ കാണിച്ചിട്ടുണ്ട്. നമ്മളെല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത 2019 മോഡല്. 2019 മോഡൽ ABS വണ്ടി കേട്ടോ. നമുക്ക് 1,28,000 ലാസ്റ്റ് കൊടുക്കാം. 1,28,000 രൂപ. അതെ. കിലോമീറ്റർ നോക്കണം. 37,459 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കുമല്ലോ? അത് ഓണർഷിപ്പ് എത്ര നോക്കണം, ഓർമ്മയില്ല. ഓക്കെ ഓക്കെ. അത് നമുക്ക് കമന്റ് ഇട്ടേക്കാം കേട്ടോ. അതല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ്. റേറ്റ് എത്രയാണ്? 1,28. അപ്പൊ ഇത് ഏകദേശം ഒരു 30 രൂപ ഡൗൺ പേയ്മെന്റ്. 30 രൂപ 28 രൂപക്കൊക്കെ നമുക്ക് ചെയ്യാം. ഏകദേശം 1,00,000 രൂപ ഇതിന് ലോൺ കിട്ടുന്നുണ്ട്. നോർമലി നമ്മളിപ്പോ മിഞ്ഞാന്നൊരു V3 കൊടുത്ത് 1,04,000 രൂപ ലോൺ കിട്ടി. നോർമലി ആൾക്കാർക്ക് 1,00,000 രൂപ ലോൺ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കൂട്ടി പറയുന്നത്. ഇൻ കേസ് സിബിൽ കുറവുള്ള ആൾക്കാർക്ക് ഒരാളിപ്പോ നമ്മൾ 5,000 10,000 എന്ന് പറയുമ്പോ അവര് ചിലപ്പോൾ 5,000 10,000 ഉണ്ടാവും. അവർ ആഗ്രഹിച്ച് ചിലപ്പോൾ വരും. പിന്നെ അവർക്ക് സിബിലൊക്കെ നമുക്കൊരു വിഷമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഷോറൂമിലെ ആൾക്കാർ 15 പറഞ്ഞാൽ ഞാൻ 20 പറയാറുണ്ട്. അതെ, ചിലത് നമുക്ക് പറയാൻ പറ്റില്ലേ, ബാങ്ക് ലോൺ തരുന്ന മാതിരിക്കാരോ. ഇത് നമ്മുടെ സ്വന്തം ഫിനാൻസ് അല്ല. ഞാനൊരിക്കലും ഫൈനാൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുമല്ല. പൊതുവേ അതെ, ഞാൻ യൂസർ ബൈക്ക് പറയുമ്പോൾ എല്ലാവർക്കും ഇങ്ങനത്തെ വണ്ടികളാകുമ്പോൾ ഫിനാൻസ് വേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ഡൗൺ പേയ്മെന്റ് പറയുന്നത്. റെഡി ക്യാഷ് ഒരിക്കലും അതാണ് ഏറ്റവും നല്ലത്. ഫിനാൻസ് റേറ്റ് ഇത്തിരി കൂടുതലാണ് പൊതുവെ പറയണെങ്കിൽ. കാരണം യൂസ്ഡ് ബൈക്കിന് അത്യാവശ്യം എന്റെ ഒരു കണ്ടത്തിൽ 14 സംതിങ് ഉണ്ട്. അങ്ങനെ ലെവലിൽ വരും. നോർമൽ പുതിയ ബൈക്ക് എടുക്കുമ്പോൾ 8.9 സംതിങ് വരുന്നുള്ളൂ.
അപ്പോൾ റെഡി ക്യാഷ് എടുക്കുന്നതാണ് ലാഭം. ഏറ്റവും നല്ല റെഡി ക്യാഷ് ആണ്. ഇപ്പൊ റെഡി ക്യാഷ് ഇല്ലാത്തവര് വേറെ വഴിയില്ല, അതുകൊണ്ടാണ് ഫിനാൻസ് എടുക്കുന്നത് ആൾക്കാര്. അങ്ങനെ എടുക്കുന്നത് തന്നെ നിങ്ങൾ ഡൗൺ പേയ്മെന്റ് കൂട്ടിയെടുക്കാൻ ശ്രമിക്കുക. അതായത് 15 ഡൗൺ പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ട് 15 എടുക്കാതെ ഒരു 50-60 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫിനാൻസ് റേറ്റ് വല്ല പ്രശ്നം വരില്ല. അല്ല, നമ്മൾ ഈ കാര്യങ്ങൾ ഓപ്പൺ ആയി പറഞ്ഞു നമ്മൾ കസ്റ്റമർ ഇപ്പോൾ ഒരു വണ്ടി നമ്മൾ വീടിന് 5,000-10,000 ഡൗൺ പേയ്മെന്റ് ചാടി കയറി എടുത്തിട്ട് അവർ ഈ വണ്ടി അടവടക്കാൻ പറ്റാതെ അവർ കുടുങ്ങിയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിലും അവർക്കും കൂടി ഒരു കാര്യം ഉണ്ടാവണം. നമ്മളെ കച്ചവടം എനിക്കിപ്പോ ഇവിടുന്ന് എത്ര ഡൗൺ പേയ്മെന്റിലായും വണ്ടി തന്നാലും എനിക്ക് ഒരേ പൈസ നമ്മളെ കഴിച്ചിലേക്കിടാം. അവരും അതുകൊണ്ട് ബുദ്ധിമുട്ടാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഓപ്പൺ ആയത്. ചിലപ്പോൾ നമ്മളെ കച്ചവടം ചിലപ്പോൾ 2 കസ്റ്റമർ പോയേക്കാം ഈ ഫിനാൻസിൽ റെഡി ക്യാഷ് ആണ് നല്ലത് പറഞ്ഞാല്. എന്നാലും കുഴപ്പമില്ല. കാരണം നമ്മൾ ഒരു കാര്യത്തിന് പൈസ ചെലവാക്കുമ്പോൾ അതിന്റെ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് പഠിച്ചിട്ട് മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഓപ്പൺ ആയിട്ട് ആ കാര്യം പറയാൻ കാരണം. ഇത്ര സത്യസന്ധനായ ഓപ്പൺ ആയിട്ടുള്ള ആളുണ്ടോ? അല്ല, നമ്മൾ കാര്യം പറഞ്ഞു കൊടുക്കണം. അപ്പോ ഇതിന്റെ റേറ്റ് പറഞ്ഞില്ലല്ലോ. ഇത് 2022 രജിസ്ട്രേഷൻ വരുന്ന R15 V3S ആണ്. സിംഗിൾ സീറ്റ് ആണ്. സിംഗിൾ സീറ്റ്, മറ്റേ ഡബിൾ സീറ്റ്. ഓക്കെ, ഇങ്ങനെ വന്നത് 2022 രജിസ്ട്രേഷൻ. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? 1.5 ലക്ഷം രൂപ. 1.5 ലക്ഷം രൂപ. എന്തിനൊക്കെ കുറയണോ? കുറച്ച് കൊടുക്കാം. ചെറിയ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ഏകദേശം ഒരു ഡൗൺ പേയ്മെന്റ് ഒരു 30-35 ഡൗൺ പേയ്മെന്റ് നമുക്ക് സെറ്റ് ആക്കി കൊടുക്കാം. EMI കൂടുതൽ അടക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ മോഡൽ കൂടി എടുക്കാൻ നല്ലത്. പക്ഷെ അത്രയ്ക്ക് EMI അടക്കാൻ കഴിയൂല എന്നുള്ളവർക്കാണെങ്കിൽ ഇങ്ങനത്തെ 18-19 എടുക്കാം. 18 നമുക്ക് 2018 മുതൽ 2022 വരെയുള്ള V3 അവൈലബിൾ ആണ്. അതിന് V3 2019 ഞാൻ പറഞ്ഞില്ലേ, ബ്ലൂ കളർ നമുക്ക് 3 വണ്ടി 4 വണ്ടി വീട്ടിൽ കിടക്കുന്നുണ്ട്. കളറിന് പ്രശ്നമില്ല, നമുക്ക് കളർ മാറ്റി കൊടുക്കില്ല. കളർ ഏതും ചെയ്തു തരും. ഇപ്പൊ നമ്മളെ വീഡിയോ തന്നെ ഉണ്ടാവും സിൽവർ V3 കൊടുത്തിട്ടുണ്ട് ഞങ്ങള്. അതുപോലെ ബ്ലാക്ക് V3കൾ ഒരുപാട് ബ്ലാക്ക് ഗ്ലോസി ബ്ലാക്ക് ചെയ്തിട്ട് ഇപ്പൊ ഈ കളർ ചില കസ്റ്റമർക്ക് ഗ്ലോസി ബ്ലാക്ക് ചെയ്യേണ്ടി വരും. അവർക്കായിട്ട് ചിലപ്പോൾ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റിക്കറൊക്കെ അടിച്ചു കൊടുക്കും. പിന്നെ ഡോമിനോർ യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട്, MT റെഡ് കളറിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ കുറെ വണ്ടികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെ നമ്മളെ അഡാർ ഐറ്റം പൊട്ടിക്ക്. അയ്യോ, ഇത് നമ്മള് റേറ്റ് ആദ്യം പറയണോ ആദ്യം പൊട്ടിക്കണോ? റേറ്റ് പറയാം. റേറ്റ് തന്നെ ആയിക്കോട്ടെ. എത്രയാണ്? 2019 മോഡല്. 2019 മോഡല് നമുക്ക് പീസ് എന്നൊക്കെ പറയാമോ? അതെ, റേറ്റ് ഞാൻ ലാസ്റ്റ് റേറ്റ് ആയിട്ട് പറയുന്നത്. നിങ്ങൾ കുറക്കാൻ പറയില്ല. 1,38,000. 1,38,000 രൂപ. 2019 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ് ആണോ? ഓണർഷിപ്പ് ഇന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. കിലോമീറ്റർ നമുക്ക് നോക്കാലോ. കിലോമീറ്റർ 42,000 കിലോമീറ്റർ. 42,000 കിലോമീറ്റർ ഒക്കെ ജനുവിനായിരിക്കുമല്ലോ. നല്ല കിലോമീറ്റർ. ഓക്കെ. അപ്പൊ കിടു വണ്ടിയാണ്. അപ്പോ ഞാൻ പറയുന്നത് കേൾക്കൂല കേട്ടോ. ഈ വണ്ടി ഇങ്ങോട്ട് വന്നപ്പോ തന്നെ ഒരു പൊട്ടിക്കൽ പൊട്ടിച്ചായിരുന്നു. ആ പൊട്ടിക്കലിൽ അടക്കത്തുള്ള ആൾക്കാരൊക്കെ നോക്കിയായിരുന്നു. അപ്പോ ഇതാണ് വണ്ടി. 1,32,000 രൂപക്ക് നല്ല കീട്ട് പീസ് സാധനമാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളല്ലേ അല്ലേ? ഓക്കെ. ഇനി എനിക്ക് പറഞ്ഞ പോലെ ഒരുപാട് വണ്ടികൾ വരാനുണ്ട്. വണ്ടികൾ നമുക്ക് ഇവിടെ കുറച്ച് വണ്ടികൾ ഉണ്ടാവുള്ളൂ. നമ്മള് നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി വേണമെന്ന് ജസ്റ്റ് എൻക്വയറി ചെയ്തോളി. അധികം വണ്ടികൾ നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പൊ നമ്മുടെ നമ്പർ നമുക്ക് താഴെ കൊടുക്കാം. ടൈമിംഗ് രാവിലെ 9:30 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ നിങ്ങൾക്ക് വിളിക്കാം. അതിനുശേഷം വിളിച്ചാൽ ഞങ്ങൾ പിറ്റേ ദിവസം തിരിച്ചു വിളിക്കും. കാരണം ആ സമയത്ത് ചിലപ്പോ നമ്മൾ കമ്പനി നമ്പർ ആയിരിക്കും. അതെ, കമ്പനി നമ്പർ, ഷോപ്പ് നമ്പറാണ്. പിന്നെ ജസ്റ്റ് നിങ്ങൾക്ക് രാത്രി വിളിച്ചിട്ട് ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് വാട്സപ്പിൽ പിറ്റേ ദിവസം നമ്മൾ മോർണിംഗ് എന്തായാലും റീപ്ലൈ തരും. ഈ വിളിച്ചിട്ട് തിരിച്ചു വിളിക്കുകയും ചെയ്യും. ഓക്കെ. കാരണം നമുക്ക് ഇതുപോലെ വീഡിയോ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് നമുക്ക് മെയിനായിട്ട് ഇവിടെ ഓൺലൈൻ കസ്റ്റമറാണ് അത്യാവശ്യമുള്ളത്. അവരെ കോളൊക്കെ ഉണ്ടാവും. അപ്പൊ കുറെ കോള് വന്നാൽ ഇൻ കേസ് എടുക്കാം. തിരിച്ചു വിളിക്കാൻ പറഞ്ഞാലും വിളിച്ചോണ്ടിരിക്കണ്ട, തിരിച്ചു വിളിച്ചോളൂ. വിളിച്ചോളൂ, ഞാൻ പറഞ്ഞോളൂ. കാരണം ഒരുപാട് കോളുകൾ നോർമലി ആയാലും വരുന്നുണ്ട്. അതുകൂടാതെ വീഡിയോ ഒന്നും വരും, ഇൻസ്റ്റാഗ്രാമിൽ വരും. അപ്പൊ ഇത്ര ഡീറ്റെയിൽസ് പറയാനുള്ളത് ഇതാണ് നമ്മുടെ ഓഫീസും കാര്യങ്ങളും തന്നെ അല്ലേ? അതെ. പിന്നെ വേറെ ഒന്നും കൂടി, നമ്മുടെ വണ്ടികളുടെ ഫോട്ടോ ഡീറ്റെയിൽസ് നമ്മൾ നമ്പറിൽ കാറ്റലോഗിൽ എപ്പോഴും ഇവരുടെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്താൽ നമ്പറിൽ എടുത്ത് കഴിഞ്ഞാൽ നോർമലി ഓരോ വണ്ടിയുടെ കാറ്റലോഗ് എടുത്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും. പ്രൈസ്, കിലോമീറ്റർ, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ അതുകൂടാതെ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഓരോ വണ്ടിയുടെ ഇടാറുണ്ട്. അപ്പൊ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ. പവറായി വന്ന്. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് പറയാനുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ മലപ്പുറത്തേക്ക് നമ്മൾ ഇരിക്കണം കൊണ്ടുവന്നത്. കട പേര് ഇപ്പോൾ ഞാൻ യൂസ്ഡ് ബൈക്ക് മലപ്പുറത്ത് ഇട്ടേക്കണം. പേര് മാറ്റിയിരുന്നു. പേര് പറഞ്ഞു അൻഷീദ് എന്നാണ് പേര് വരുന്നത്. അപ്പൊ ഇക്കടെ കണക്ഷനിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇനിയും കുറച്ച് വീഡിയോസ് ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ
മലപ്പുറം സീരീസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ അത് കോഴിക്കോട് പോകും. അതുകൊണ്ട് ഓൾ കേരള ബൈക്കും കാറും വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വാഹന സംബന്ധമായ വീഡിയോ വരുന്നവരെ ബൈ.